നമസ്കാരം. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുവല്ല സുദർശനം നേത്ര ചികിത്സാലയത്തിലെ ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ ബി.ജി. ഗോകുലനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റേഡിയോ മാക്ഫാസ്റ്റിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ തറവാട്ടിലേക്ക് വീണ്ടും വന്നതിന്റെ സന്തോഷമാണ്. ഒരു 10 വർഷത്തെ ഇല്ല 10 വർഷത്തെ ബ്രോഡ്കാസ്റ്റ് 300ഓളം എപ്പിസോഡ് അതെല്ലാം കഴിഞ്ഞ് ഈ മഹാമാരി വന്നപ്പോഴാണ് നമ്മൾ അടച്ചുപൂട്ടിയത്. വീണ്ടും വന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി, നമസ്കാരം. ഈ മെഡി ടോക്ക് ഇതിനു മുമ്പ് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും ഇതിലേക്ക് ക്ഷണിച്ച മാക്ഫാസിന് ഒന്നുകൂടി നന്ദി. റോഷൻ. ഡോക്ടർ, നമ്മൾ ഈ ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, പലർക്കും ആ ഒരു ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യമേ ഈ ഒരു നേത്ര ചികിത്സയെ കുറിച്ച് നമ്മുടെ ലിസണേഴ്സിനോടൊന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഒരുപാട് പേര് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പല ഘട്ടങ്ങളായിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. എന്നാലും പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്കും റേഡിയോ മാക്ഫാസ്റ്റിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഒന്നുകൂടി നമുക്ക് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ആയുർവേദം യഥാർത്ഥത്തിൽ ഏകദേശം ഭാരതത്തിൻ്റെ തന്നെ പൈതൃകമായിട്ടുള്ളൊരു വൈദ്യശാസ്ത്ര സമ്പ്രദായമാണ്. അത് ഏകദേശം 5000 വർഷത്തോളം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആയുർവേദം യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് തന്നെ അഷ്ടാംഗ ആയുർവേദം എന്ന് പറഞ്ഞ പേരിലാണ്. സംസ്കൃതത്തിലെ അഷ്ടാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ, അഷ്ടം എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങൾ, ബ്രാഞ്ചസ് അല്ലേ. സപ്തമ തസ്കര വീര എന്നൊരു സിനിമയൊക്കെ വന്നിട്ടില്ലേ, അത് 7. അതുപോലെ അഷ്ടാംഗ ആയുർവേദം 8 അംഗങ്ങളുള്ള ആയുർവേദത്തിൽ ഒരു ഉപവിഭാഗമാണ്. ഇപ്പോൾ നമ്മൾ ENT എന്നൊക്കെ പറയുന്ന പോലെ, ഇയർ നോസ് ത്രോട്ട് എന്ന് പറയുന്ന പോലെ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശാലാക്യം, ശലാക എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, ശലാക ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് ശാലാക്യതന്ത്രം എന്ന പേരിലാണ് നേത്ര ചികിത്സ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ നിമിതന്ത്രം എന്ന് പറയാറുണ്ട്. നിമി എന്ന് പറഞ്ഞാൽ മഹർഷിയുടെ ഒരു പേരാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഉന്മീലനം, നിമീലനം എന്ന് പറയുന്ന കൺപോളയ്ക്കും കൂടെ പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന തന്ത്രം, ശാസ്ത്രം എന്ന രീതിയിൽ നിമിതന്ത്രം എന്നും പറയാറുണ്ട്. ശാലാക്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ തിമിരം പോലുള്ള അസുഖങ്ങൾ ആയുർവേദത്തിലും പണ്ട് ശസ്ത്രക്രിയയാണ് ചെയ്തിരുന്നത്. അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ആധുനിക ഭിഷഗ്വരന്മാരും സർജന്മാരും ഓപ്പറേഷൻ കണ്ണിൽ ചെയ്തു തുടങ്ങിയത്, അല്ലെങ്കിൽ തിമിരം എടുത്തു കളഞ്ഞു തുടങ്ങിയിരുന്ന ആ ഒരു മെത്തേഡ് കൂടിയാണ്. ഇന്നിപ്പോൾ ധാരാളമായിട്ട് ടെക്നോളജി ഡെവലപ്മെന്റ് ഉണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഈ ആയുർവേദത്തിലെ രീതി തന്നെ അവലംബിച്ചുകൊണ്ടായിരുന്നു ആധുനിക സർജന്മാർ തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇൻട്രാഓക്കുലർ ലെൻസ് വന്നു. നമുക്ക് യഥാർത്ഥത്തിൽ കണ്ണിന് പണ്ടുണ്ടായിരുന്ന പവർ പോലെ തന്നെ സൂക്ഷ്മമായിട്ടുള്ള കാഴ്ച ലഭിക്കാനുള്ള സയൻസും ടെക്നോളജി എല്ലാം ഡെവലപ്ഡായി. പണ്ട് കാലത്ത് ശസ്ത്രക്രിയ ചെയ്തപ്പോൾ ആയുർവേദത്തിൽ ചെയ്യുന്ന സമയത്ത് കാഴ്ചശക്തി തീരെ ഇല്ലാതിരുന്ന ആളുകൾക്ക് ഈ തിമിര ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 3 മീറ്ററോളം, അതായത് കണ്ണിൽ സുതാര്യമായ ലെൻസിൻ്റെ ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അപ്പം അത് കുറഞ്ഞിട്ട് കിട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മീറ്ററോളം ദൂരത്തിൽ, 20 അടിയോളം ദൂരത്തിൽ ഉള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും. അന്നത്തെ സാഹചര്യത്തിലും മറ്റും അതൊക്കെ ധാരാളം ജീവിക്കാനുള്ളൊരു മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇൻട്രാഓക്കുലർ ലെൻസ് വന്നപ്പോൾ അതൊരു വിപ്ലവകരമായിട്ടുള്ള, നമ്മുടെ കണ്ണിൽ യഥാർത്ഥത്തിൽ എത്രത്തോളം സൂക്ഷ്മത ഉണ്ടായിരുന്നു അത്രത്തോളം തന്നെ സൂക്ഷ്മത തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആകെയുള്ളൊരു ന്യൂനത എന്ന് പറഞ്ഞാൽ, നമ്മൾ അടുത്ത് വായിക്കുന്നുണ്ടെങ്കിൽ ഒരു +3 ഗ്ലാസ് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ചെയ്യണം. അതിലും ഇപ്പോൾ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ആ ലെൻസിൻ്റെ തന്നെ കീഴ്ഭാഗത്ത്, ഉള്ളിൽ സ്ഥാപിക്കുന്ന ലെൻസിൻ്റെ തന്നെ കീഴ്ഭാഗത്ത് പവർ കൂടുകയും അല്ലെങ്കിൽ ഒരു കണ്ണിന് അടുത്ത കാഴ്ച ഒരു കണ്ണിന് ദൂരക്കാഴ്ചയായിട്ട് ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ആയുർവേദം യഥാർത്ഥത്തിൽ കൂടുതലൊരു എഡ്ജ് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു മേന്മ എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് അതിൻ്റെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാഴ്ചക്കുറവുകൾക്ക്, റിഫ്രാക്റ്റീവ് എറേഴ്സ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കാഴ്ചക്കുറവുകൾ. കണ്ണട ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഏകദേശം കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളായിട്ട്, 30-40 വർഷമായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വന്നു.
വീട്ടിനകത്തിരിക്കുന്ന സമയങ്ങൾ കൂടി, അതെ. ഔട്ട്ഡോർ ഗെയിംസ് കുറഞ്ഞു. അതിനുശേഷം മൊബൈൽ വന്നു. മൊബൈൽ വന്നപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ദൃഷ്ടി ഒരു 20 സെൻറ്റിമീറ്ററിലോട്ട്, ഒരു കൈ അകലത്തിലേക്ക് മാത്രം ചുരുങ്ങി. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ്. അനന്തം എന്ന് പറയുന്ന അതായത് ഒരു 20 ഫീറ്റ് ആൻഡ് അബോവ് ആണ് അനന്തത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അനന്തതയിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ഓട്ടോ ഫോക്കസ് ചെയ്ത് വച്ചിരിക്കുന്നത്, ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ച ശക്തിയെ നമ്മൾ പരിമിതപ്പെടുത്തിയിട്ട് മൊബൈൽ കാണാൻ വേണ്ടിയിട്ട് 20 സെൻറ്റിമീറ്ററിലോട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ക്രമേണ നമ്മുടെ ശരീരം വളരെയധികം അഡാപ്റ്റബിൾ ആണ്. എന്താണോ നമ്മൾ ശീലിക്കുന്നത് അതിലേക്കാണ് ശരീരം നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ആൾ നിരന്തരമായിട്ട് വ്യായാമം ചെയ്യാൻ പോയാൽ അയാളുടെ പേശികൾ ബലപ്പെടും, അല്ലേ? നിരന്തരമായിട്ടൊരു മസിലിനെ ബലപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ ആ മസിൽ, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ വർക്കൗട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഓരോരോ പർട്ടിക്കുലർ മസിലിന് വേണ്ടിയിട്ട് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അല്ലേ? അവിടെ വെയിറ്റ്. അപ്പോൾ അതെല്ലാം ശരീരം അതിന് തക്കവണ്ണം അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഈ കണ്ണുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ അത് മയോപ്പിക്കായിട്ട് പോകും. അതായത് മൈനസ് പവർ കണ്ണിൻ്റെ കൂടിക്കൊണ്ടേയിരിക്കും. കണ്ണിൻ്റെ ഫോക്കസ് ബാക്കിലോട്ട് വലിയും ഈ അടുത്ത് നോക്കുന്നതോറും. ദൂരെ ഇരിക്കുമ്പോൾ കണ്ണിലെ യഥാർത്ഥത്തിൽ കാണുന്ന ഫോക്കസ് അടുത്തേക്ക് വരുന്നതോറും ഇത് കുറേ കഴിയുമ്പോൾ ബാക്കിലോട്ട് പോകും. അപ്പോൾ അതിനെ എത്തിക്കാനായിട്ട്, അവിടേക്ക് ഫോക്കസ് എത്തിക്കാൻ വേണ്ടി നമ്മൾ മൈനസ് ഗ്ലാസ്സുകളാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഒരു കാര്യം കൂടെ പേഷ്യൻറ്റിനോട് പറയും. അവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് നിരന്തരം ഉപയോഗിക്കണം. ഈ ഗ്ലാസ് ഉറങ്ങുമ്പോഴോ കുളിക്കുമ്പോഴോ അല്ലാണ്ട് കണ്ണിൽ നിന്ന് മാറ്റരുത്. ഇത് നിങ്ങളുടെ കൂടപ്പിറപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. ഇത് ശിരസാവഹിച്ചുകൊണ്ട് ഈ പറയുന്ന ആള് കണ്ണട വയ്ക്കാൻ തുടങ്ങും. ഒരു 0.5 ഗ്ലാസ് കിട്ടി, പ്രിസ്ക്രൈബ് ചെയ്തു. നിങ്ങളിത് മാറ്റരുത്, കുളിക്കുമ്പോഴേ മാറ്റാവൂ, ഉറങ്ങുമ്പോഴേ മാറ്റാവൂ എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്ത വർഷം ചെക്ക് ചെയ്യുമ്പോഴേക്കും ഇത് ഒരു 0.75 ആയി കാണും, അല്ലെങ്കിൽ -1 ആയി കാണും. കാരണം കണ്ണ് അവിടെ അപ്പോഴോ ലേസി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ണിൻ്റെ ജോലി പിന്നെയും മാറിയിട്ട് അത് വീണ്ടും അതിൻ്റെ പഴയ ഇതിലോട്ട് മാറുകയാണ്. മൈനസ് കൂടിക്കൊണ്ട് അങ്ങനെ ഒരു 3 വർഷം 4 വർഷം പഠിത്ത കാലമൊക്കെ ആകുമ്പോഴേക്കും ഇയാളുടെ പവർ ഒരു -2, -3, -3.5 ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രോഗ്രസീവ് മയോപ്പി ആയിട്ട് മാറും. ചില കണ്ണുകളിൽ, അത് ഞാൻ എല്ലാ കണ്ണുകളിലല്ല പറയുന്നത്, ചില കണ്ണുകളിൽ ജന്മന തന്നെ -3, -5 ഒക്കെ ആയിട്ട് അത് അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അപാകത കൊണ്ട്, ന്യൂനത കൊണ്ടുണ്ടാകുന്ന, ജനറ്റിക് ആയിട്ടുണ്ടാകുന്നത്. ചില അച്ഛനോ അമ്മയോ അമ്മാവന്മാരോ ആരെങ്കിലും ഒരു ഫാമിലിയിലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെ വരാം. സിബ്ലിങ്സിന് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. അല്ലാതെ സാധാരണഗതിയിൽ വരുന്ന ഈ ഗ്ലാസ്സുകളൊക്കെ ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് വലിയൊരു മാർക്കറ്റല്ലേ കണ്ണട വ്യാപാരം എന്ന് പറയുന്നത്, വലിയൊരു മാർക്കറ്റാണ്. ഞാൻ ആ മാർക്കറ്റിനെ പറ്റി പ്രതിപാദിക്കാനല്ല പറഞ്ഞത്. പക്ഷെ കുട്ടികൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രാക്ടിക്കൽ ലൈഫിൽ അവർക്കൊരു സ്പോർട്സിന് പോകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഇടപെടാനോ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനോ വലിയ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ. കാരണം ഇതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഗ്ലാസ് വയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു കുറേ ഡിഗ്രി ഓഫ് വിഷൻ കുറയും, അല്ലേ? ഈ ഫ്രെയിമിനകത്തൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഫ്രെയിമിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റില്ല. നമുക്ക് ഏകദേശം ഒരു 250 ഡിഗ്രി, ഇല്ലേ, കൂടുതൽ നമുക്ക് കാഴ്ചയുടെ വ്യാപ്തിയുണ്ട്. ആ ഒരു ഇത് പരിമിതപ്പെടും. പിന്നെ പ്രതികൂല കാലാവസ്ഥയിൽ മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, ആവിയുള്ള സമയത്ത് ബുദ്ധിമുട്ട്, ഇല്ലേ? കണ്ടമാനം തീയുള്ള ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ അത് ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു, ഇപ്പോൾ കോൺടാക്ട് ലെൻസൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീയുടെ അടുത്തുനിന്ന് വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഫർണസിൻ്റെ അടുത്തുനിന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഉരുകിപ്പോവും. അപ്പം അങ്ങനെയൊക്കെയുള്ള ധാരാളം പരിമിതികളുണ്ട്. നമുക്ക് വളരെ ലളിതമായിട്ട് ആയുർവേദ ചികിത്സ കൂടെയും, അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഫോളോ അപ്സ് ഉണ്ട്, എക്സസൈസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നിദാന പരിവർത്തനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നിദാനം എന്ന് പറഞ്ഞാൽ കാരണം, കോസ്. ആ കോസ് ഓഫ് ദ ഡിസീസ് എന്താണ്? ഇവിടെ അടുത്തുള്ള നോട്ടമാണ്. അപ്പോൾ അടുത്തുള്ള നോട്ടത്തെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക. ഒരു IT പ്രൊഫഷനിലൂടെ നിങ്ങൾ പോയി ലാപ്ടോപ്പ് നോക്കല്ലേ, മൊബൈൽ നോക്കല്ലേ എന്ന് പറഞ്ഞാൽ വേറെ പണി നോക്കാൻ പറയും. അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അത് അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു മൊബൈലിൽ തന്നെ ഇരുന്ന് ഗെയിം കളിക്കണം, മൊബൈലിൽ തന്നെ ഇരുന്ന് സിനിമ കാണണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച്, ഇല്ലേ, അതെല്ലാം കുറച്ച് പരിമിതപ്പെടുത്തുക. കുറേ കൂടെ ദൂരെ ഒരു ലാപ്ടോപ്പിലോ ദൂരെ വെച്ചിട്ടോ, അല്ലെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ ഐപാഡോ, അതല്ലെങ്കിലും കുറച്ച് ദൂരെ പോകും, അല്ലെങ്കിൽ TV സ്ക്രീനിൽ കണക്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 10 അടിയെങ്കിലും ദൂരെ കിട്ടും, ഇല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നൊരു വ്യത്യാസം. ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 10 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ
നമ്മൾ കാണുന്ന വ്യത്യാസം, സപ്പോസ് സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറഞ്ഞൊരു ചാർട്ടുണ്ട്, വിഷൻ കാഴ്ച പരിശോധിക്കുന്ന ചാർട്ടാണ്. അതൊരു 6 മീറ്ററിനപ്പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനൊരു പ്രത്യേകമായിട്ടുള്ള ലൈറ്റിംഗ് സംവിധാനങ്ങളും യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ ചാർട്ടിൽ ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു -2 ഉള്ള ആ പേഷ്യൻ്റ് വരികയാണ്. അയാളെ ഗ്ലാസ് ഇല്ലാതെ പരിശോധിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ 1 വരി അല്ലെങ്കിൽ 2 വരി കഷ്ടിച്ചൊക്കെ ആയിരിക്കും. കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വരിയൊക്കെ കാണാം. അങ്ങനെയുള്ള ആളുകൾ ചികിത്സ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ഇതേ സ്റ്റാറ്റസിൽ ഒരു 4 വരി 5 വരിയിലോ ഇമ്പ്രൂവ് ചെയ്ത് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള അക്ഷരങ്ങൾ വായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ എക്സസൈസ് കൊണ്ടും ഈ മൊബൈലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടും കണ്ണുകൾ ഇരുട്ടത്ത് ഉറങ്ങണം. ഉറങ്ങുമ്പോൾ നമ്മൾ പലരും ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഫോണിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ പഥ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഗ്ലാസിൻ്റെ ഉപയോഗം വലിയൊരു പരിധി വരെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും ചെറിയ നമ്പറുകളൊക്കെയാണെങ്കിൽ ഉപേക്ഷിക്കാനും സാധിക്കും. ഇപ്പോൾ -1 -2 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇല്ലാതെ തന്നെയുള്ള ബ്ലാക്ക് ബോർഡ് കാണാമെന്നുള്ളതാണ് പ്രധാനമായിട്ട് കുട്ടികൾക്ക് ചില ജോലി. സ്കൂളുകളിൽ ബ്ലാക്ക് ബോർഡ് കാണാം. അതെ. അപ്പോൾ അതൊക്കെ ഗ്ലാസ് കണ്ണട ഇല്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കാം. അങ്ങനെയുള്ളത് ക്രമേണ അതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഗ്ലാസിൻ്റെ ഡിപ്പെൻഡൻസി, ഗ്ലാസിനോടുള്ള വിധേയത്വം, ഗ്ലാസിൻ്റെ അത്യന്താപേക്ഷിത എന്ന് പറയുന്ന ഒരു അവസ്ഥ, അത് നമുക്ക് ധാരാളമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആയുർവേദത്തിലെ വലിയൊരു നേട്ടമുള്ളൊരു മേഖലയാണ്. ഡോക്ടർ, നമുക്കിനി ഒരു ബ്രേക്ക് എടുത്താലോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കാം ഈ ഒരു നേത്ര ചികിത്സയെ കുറിച്ച്. ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 0469273033. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് പാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. ടോക്കിലേക്ക് തിരികെ എത്തുമ്പോൾ കൂടിയുള്ളത് ഞാൻ റോഷനാണ്. ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ച് നമ്മോടൊന്ന് സംസാരിക്കുവാൻ എത്തിയിരിക്കുന്നത് സുദർശനം നേത്ര ചികിത്സാലയം തിരുവല്ലയിലെ ഡോക്ടർ BG ഗോകുലനാണ്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു കോളർ ചേരുന്നുണ്ട്. സ്വാഗതം. അതെ, കോളറിനെ നമുക്ക് ക്ഷണിക്കാം അല്ലേ? ഹലോ 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 നമസ്കാരം. ചേട്ടാ, ഡോക്ടർ നമ്മോട് കൂടെ ഉണ്ട്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ക്ലിയർ ആവുന്നില്ലല്ലേ? ലൈൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കാമോ? അത് ലൈൻ വിട്ടു പോകുന്നുണ്ട്. കേട്ടു, ഇത്രയും പറഞ്ഞേ കേട്ടു, ബാക്കി പറഞ്ഞോളൂ. ആ മൈക്രോഫോണിലേക്ക് അടുത്തോട്ട് ചേർത്ത് വെച്ച് സംസാരിക്കൂ. ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹലോ. ഇങ്ങനെ പറയൂ. ഷുഗറോ വല്ലതും ഉണ്ടോ? റേഡിയോ ഉണ്ടെങ്കിൽ വോളിയം താത്തി വെക്കണേ, അതിൽ എക്കോ അടിക്കും. മാറ്റി വയ്ക്കുക. ഫോണിൽ കൂടെ ശ്രദ്ധിക്കുക, ഫോണിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ വെള്ളം വരവ് മാത്രമാണോ പ്രശ്നമുള്ളത്? വായിക്കാനായിട്ട് കണ്ണട ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ ദൂരക്കാഴ്ചയ്ക്കോ? ദൂരക്കാഴ്ചയും കുഴപ്പമില്ല. എന്തെങ്കിലും കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും തുമ്മലോ ജലദോഷമോ അങ്ങനെ? അതാ മൂക്കടപ്പിൽ ഈ സൈനസിന്റെ കൺജഷൻ കൊണ്ട് ഇങ്ങനെ വരാം. കണ്ണിലേക്കുള്ള കാര്യങ്ങൾ തടസ്സമായിട്ടേ അത് കണ്ണുനീര് തടഞ്ഞു നിന്നിട്ട് അത് പുറത്തേക്ക് ചാടി വരുന്ന. അത് കണ്ണുനീര് ആക്ച്വലി കണ്ണിൽ നനവ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം, എന്നാലേ അത് കണ്ണുകൾക്ക് പോഷണം ഉണ്ടാവുള്ളൂ. കൃഷ്ണമണിക്കൊക്കെ വളർച്ച ഉണ്ടാവണമെങ്കിൽ അത് നനവ് വേണം. ആ നനവ് ഉണ്ടാവുന്നത് മൂക്കിലേക്ക് വാർന്നു പോകണം. അപ്പം അങ്ങനെ വാർന്നു പോകാനുള്ള തടസ്സം വരുമ്പോൾ ഈ കണ്ണിൽ തങ്ങി നിന്നിട്ട് അത് പുറത്തേക്ക് കണ്ണുനീര് പോലെ പുറത്തേക്ക് ഒഴുകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നസ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത് മാറാവുന്നതാണ്. അത് കണ്ണിലേക്ക് മാത്രമൊന്നും മരുന്ന് ഒഴിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അത് മൂക്കിൽ മരുന്നൊഴിച്ച് കഫം കളഞ്ഞ് ആവി പിടിക്കുക. ദിവസവും ആവി പിടിക്കുക. മൂക്കിൻ്റെ കണ്ണിൻ്റെ അറ്റമില്ലേ, മൂക്കിൻ്റെ ഭാഗമുള്ള ഏറ്റവും മുകൾ ഭാഗത്ത് അവിടെ തടവി കൊടുക്കുക. നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ തടവാറില്ലേ കുളിപ്പിക്കുന്നതിന് മുന്നേ, അതുപോലെ നമ്മൾ തടവി കൊടുക്കുക, ആവി പിടിക്കുക. ഇതുകൊണ്ടൊന്നും കുറയുന്നില്ലെങ്കിൽ നസ്യം ചെയ്യണം. വന്നിട്ട്
അത് പരിശോധിക്കണം. മിക്കവാറും ആളുകൾക്ക് ഒന്നുകിൽ അടുത്ത് വായിക്കാൻ പറ്റുന്നവർക്ക് ഒരു പ്രായമായിട്ട് അടുത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഷോർട്ട് സൈറ്റ് പരിശോധിക്കുമ്പോൾ, ദൂരക്കാഴ്ച പരിശോധിക്കുമ്പോൾ കുറവായിരിക്കാം. അപൂർവം ചില ആളുകൾക്ക് രണ്ടും ഏത് പ്രായത്തിലും കിട്ടാറുണ്ട്. കാരണം 40 വയസ്സ് കഴിയുമ്പോൾ വെള്ളെഴുത്ത് വരുന്നതാണ്. അത് മിക്കവാറും ആളുകൾക്ക് വെള്ളെഴുത്ത് ഗ്ലാസ് വെക്കേണ്ടി വരും. അതൊരു അസുഖമല്ല. പക്ഷെ ചില ആളുകൾക്ക് ദൂരെയും അടുത്തും ഒരുപോലെ കാണാൻ സാധിക്കും. പക്ഷേ ഭൂരിഭാഗം ആളുകൾ അടുത്ത് കാണാമെന്ന് പറയുന്നവർ ദൂരക്കാഴ്ച പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ കുറഞ്ഞാണ് കാണാറുള്ളത്. സാധാരണ ജീവിതത്തെ ബാധിക്കാറില്ലായിരിക്കാം. അതൊന്ന് പരിശോധിക്കുക, കാഴ്ച പരിശോധിക്കണം. അതുകൂടാതെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പ്രയോജനം ആയില്ലെങ്കിൽ നമുക്ക് നസ്യം ചെയ്യുക, അതുപോലുള്ള ചികിത്സയിലേക്ക് കിടക്കാം. ഓക്കെ. തണുപ്പ് ഒഴിവാക്കുക. തണുപ്പ് രാത്രിയിൽ തല കുളിക്കുക, രാത്രി തൈര് കഴിക്കുക, ഒരുപാട് AC ഉണ്ടെങ്കിൽ AC എക്സ്പോഷർ കൊള്ളുക, അതൊക്കെ കുറച്ച് കുറയ്ക്കുക. ആവി കൊള്ളാൻ നോക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, നമ്മുടെ കോളർ നല്ലൊരു സംശയമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ, ഇങ്ങനെ ഒരുപാട് പേർക്ക് സംശയം കാണും. നമ്മുടെ ഈ ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ച് നമുക്കിപ്പോൾ ബാക്കിയുള്ള ചികിത്സാ രീതികൾ അല്ലെങ്കിൽ അസുഖങ്ങൾക്കെല്ലാം പുതിയ ടെക്നോളജീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ കണ്ണിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഈ പറയും പോലെ ആയുർവേദ രീതിയിൽ നമ്മൾ പഴയ രീതികൾ തന്നെയാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും പുതിയ രീതിയിലേക്ക് വന്നോ? എന്താണ് പുതിയ രീതിയിലേക്ക് വന്നോ എന്നുള്ളത്? ഇപ്പോൾ ആധുനിക നേത്ര ചികിത്സ എന്ന് പറയുന്നത് എല്ലാം സർജറി അല്ലെങ്കിൽ ലേസർ അതുപോലെ ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ആധുനിക നേത്ര ചികിത്സയിൽ എത്ര തന്നെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലേസർ അതുപോലുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞരമ്പ് സംബന്ധമായിട്ടുള്ള, ഇപ്പോൾ നമുക്ക് മറ്റൊരു മേഖല എടുക്കുകയാണെങ്കിൽ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, പ്രായമായവർക്ക് 55, 60, 65 വയസ്സൊക്കെ ആകുമ്പോൾ കാണുന്നതിൻ്റെ നടുഭാഗത്ത് ഒരു വട്ടം പോലെ മങ്ങലുണ്ടാവുക, ആളുകളെ തിരിച്ചറിയാൻ വയ്യാതിരിക്കുക, ആള് ഭയങ്കര അഹങ്കാരിയാണ്, എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്ന ഒരു പലർക്കും അങ്ങനെ വന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത്, കണ്ണിൻ്റെ നടുഭാഗത്ത്, മാക്കുല എന്ന് പറയുന്ന നടുഭാഗത്ത് നീർക്കെട്ടുണ്ടാവാം. ചെറിയ തോതിൽ നീർക്കെട്ടുണ്ടായിട്ട് ആ ഭാഗം അത്രയും കാഴ്ച മറയ്ക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഷാർപ്പ്നെസ് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ സൂചി നൂല് കോർക്കാനൊക്കെ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പിൻ പോയിന്റ് വായിക്കാൻ പറ്റുന്നത്, ചെറിയ ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റുന്നതൊക്കെ ഈ നടുഭാഗത്തെ ഷാർപ്പ്നെസ് കൊണ്ടാണ്. അവിടെയാണ് കോൺസെൽസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോവിയ എന്ന് പറയുന്നത് ഏറ്റവും ഷാർപ്പ്നെസ് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. കളർ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ അവിടെ ആ ഭാഗത്ത് വെച്ചാണ്. പകൽ കാണുന്നതിനാണ് കോൺസെൽസും രാത്രി കാണുന്നതിന് റോഡ് സെൽസ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള സെൽസ് ആണുള്ളത്. അതുകൊണ്ടാണ് രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റും പകൽ കളറുമായിട്ടിരിക്കുന്നത് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ ഈ നടുഭാഗത്ത് മങ്ങൽ വരുമ്പോൾ അത് ഒരു ഏകദേശ ഊഹക്കാഴ്ചയായി പോകും. വ്യക്തത ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ചെയ്യുന്നത് VEGF എന്നുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെയാണ് കണ്ണിലേക്ക് ധാരാളം. എൻ്റെ കണ്ണിൽ കുത്തിവെച്ചു, ഞാൻ കുത്തിവെക്കാൻ പോയില്ല, അങ്ങനെ ധാരാളം ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് പോലും എന്നാൽ പോലും അവർ കാഴ്ച വർദ്ധിക്കുമെന്ന് അവകാശപ്പെടുന്നില്ല. ആധുനിക ചികിത്സയിൽ ഇപ്പോൾ ആയുർവേദത്തിന് ചികിത്സയ്ക്ക് വരുന്നവർ നമ്മൾ പരിശോധിച്ചാൽ ചിലർ പറയും ഞാൻ 50 ഇഞ്ചെക്ഷൻ എടുത്തു, 100 ഇഞ്ചെക്ഷൻ എടുത്തു. ഏതാ ഒരു ഇഞ്ചെക്ഷൻ 30,000 രൂപ 25,000 രൂപയ്ക്കാണ്. വർഷങ്ങളായിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇഞ്ചക്ഷൻസ് ഒന്നും കാഴ്ച തരും എന്ന് പറയുന്നില്ല. അവിടെ പുതുതായിട്ടുണ്ടാകാൻ ശ്രമിക്കുന്ന രക്തക്കുഴലുകളെ ആ വളർച്ച തടഞ്ഞ് രക്തക്കുഴലുകൾ പുതുതായിട്ട് ഉണ്ടാവാതെ, അപ്പോൾ പുതുതായിട്ട് രക്തക്കുഴൽ വരുമ്പോഴാണ് അവിടേക്ക് ലീക്കേജസ് ഉണ്ടാകും ആ രക്തക്കുഴലിൽ നിന്ന്. ആ രക്തക്കുഴലുകൾ ഒരു പൂർണ്ണ വളർച്ചയില്ലാത്ത കുഴലുകളാണ്, നിയോവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രക്തക്കുഴലുകൾ കണ്ണിൽ നീര് കെട്ടുണ്ടാക്കും. ആ നീർക്കെട്ടുണ്ടാക്കിയിട്ട് വീണ്ടും ഡാമേജ് ആവുന്നത് തടയുക എന്നുള്ളത് മാത്രമാണ് ഇഞ്ചക്ഷൻ്റെ ഒരു വലിയൊരു പങ്ക് എന്നാണ് പറയുക. നേരെ മറിച്ച് അങ്ങനെയുള്ള വർഷങ്ങളായിട്ട് കാഴ്ച കുറഞ്ഞിരിക്കുന്ന രോഗികൾക്ക് പോലും ആയുർവേദ ചികിത്സ, ശോധന ചികിത്സ, പഞ്ചകർമ്മ ചികിത്സ, വസ്തി ചെയ്യുക, ഇനിമ പോലത്തെ വസ്തി ചെയ്യുക, കണ്ണിൽ നെയ്യ് നിർത്തുക, നസ്യം ചെയ്യുക, മരുന്നകത്തേക്ക് കൊടുക്കുക, നീര് വലിയാനുള്ള അങ്ങനെയുള്ള കഷായങ്ങളും കാര്യങ്ങളൊക്കെ. അത് കഷായങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളൊരു പരാമർശമാണ് കഷായങ്ങൾ ഉപയോഗിക്കില്ലേ, നിങ്ങൾ കഷായങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നത് ഉടനെ നിങ്ങളുടെ ലിവറിനെ അടിച്ച് കളയും, കിഡ്നി അടിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായിട്ടുള്ളൊരു, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ അതൊക്കെ തീർത്തും അപലപിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ്. ധാരാളം രോഗികൾ ഇപ്പോൾ വന്ന് നമ്മുടെ അടുത്ത് പറയാം, എനിക്ക് ലോക്കൽ ചികിത്സകൾ മാത്രം മതി കേട്ടോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഷായം ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക, ഒരു കാര്യമറിയാതെയുള്ള ആട്ടമാണ്. ഇപ്പോൾ പണ്ട് എപ്പോഴോ ഏതെങ്കിലും കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളിൽ ലെഡിൻ്റെ അംശം ഉണ്ടായി, ആർസനിക്കിൻ്റെ അംശം ഉണ്ടായി, അല്ലെങ്കിൽ മെർക്കൂറിയൽ പ്രിപ്പറേഷൻസിൽ പ്യൂരിഫിക്കേഷൻ പോരായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴാണ്
കൂടുതലായിട്ട് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ലിവറിനെ കേടാക്കുന്നത്, കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ആവുക, കിഡ്നി താളം തെറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ കേരളത്തിലുണ്ടാക്കുന്ന ഔഷധങ്ങളോ കഷായങ്ങളോ ഒന്നും ഈ ഒരു ഗണത്തിൽ പെടുന്നതല്ല. ഇത് പ്യൂർലി ഹെർബലായിട്ട് ഉണ്ടാക്കുന്നത്. അതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണെങ്കിൽ പോലും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ പൂർണ്ണമായിട്ട് കഷായം വെച്ച് അന്നന്ന് വെച്ച് കഴിക്കാനായിട്ട് ആർക്കാ പറ്റുക? അല്ലേ? 1000 പേരോട് പറഞ്ഞാൽ ഒരാൾ 2 ആളായിരിക്കും അതിന് തയ്യാറാവുക. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്നില്ലേ, എളുപ്പത്തിൽ വിഴുങ്ങുന്നില്ലേ? അതിന്റെ ദൂഷ്യങ്ങൾ ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടാണോ വിഴുങ്ങുന്നത്? തലവേദന വരുന്നു, കഴിക്കുന്നു തലവേദന. അപ്പോൾ ഈ ഗുളികകൾ കഴിച്ചിട്ടുണ്ടാവുന്ന ലിവറിലെ ഓട്ട വീഴലും കിഡ്നിയുടെ തകരാറുകളിലും 100-1 അംശം പോലും ഈ കഷായം കൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടും ഇങ്ങനെയുള്ളൊരു വ്യാപകമായിട്ടുള്ള പ്രചാരണം, ഈവൻ ചില ഈ അടുത്ത കാലത്ത് ചില പ്രിസ്ക്രിപ്ഷനിൽ പോലും എഴുതി വെക്കുന്നു. അതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു നിയമ പോരാട്ടത്തിന് പോയാൽ അത് മുട്ടുകുത്തേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ മാക്കുലർ ഡീജനറേഷൻ പോലുള്ള അവസ്ഥയിൽ നമ്മൾ കഷായം അകത്തേക്ക് കഴിക്കുക, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക, പഞ്ചകർമ്മം പോലുള്ള ശോധന ചികിത്സ, ശരീരത്തിൽ നിന്ന് നീര് വറ്റിക്കാനുള്ള ചികിത്സകൾ, അതെല്ലാം ചെയ്യുമ്പോൾ കാഴ്ച വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഇത്രയും കാലം ലഭിക്കാതിരുന്ന കാഴ്ച, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോർഡിൻ്റെ കാര്യം, സ്നെഡിൽ ചാർട്ട്, അതിൽ ഒരു വരി വായിച്ചിരുന്ന, അല്ലെങ്കിൽ 3 മീറ്റർ ദൂരെ പോയിട്ട് മാത്രം വായിക്കാൻ പറ്റിയിരുന്നത്, 6 മീറ്റർ പറ്റാത്ത ആളുകൾ അത് 6 മീറ്റർ ദൂരത്തേക്ക് ബോർഡ് വായിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ 6 മീറ്ററിൽ ഒരു വരി വായിച്ചിരുന്ന ആൾ 2 വരി 3 വരിയോട്ട് വായിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ധാരാളം മാറ്റങ്ങൾ, ഒരു റിക്രിയേഷൻ, ആ സെൽസിന് ഒരു റിജുവിനേഷൻ, ഇതെല്ലാം കൊടുക്കാനായിട്ട് ആയുർവേദത്തിൽ സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എത്ര തന്നെ ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും അതെല്ലാം ഓറിയൻറ്റ് ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി സർജിക്കൽ റിമൂവൽ അല്ലെങ്കിൽ സർജിക്കൽ കൂട്ടിച്ചേർക്കൽ, അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ റെറ്റിനെ ഡിറ്റാച്ച് ചെയ്തു, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ആയുർവേദത്തിൽ. അത് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഡിറ്റാച്ച് ചെയ്ത് മെക്കാനിക്കലായിട്ട് റീ അറ്റാച്ച് ചെയ്യണം, എന്നാലേ അത് കാഴ്ച തിരിച്ചു കിട്ടും. കാറ്ററാക്ട് വന്നു, തിമിരം വന്നു, കണ്ണ് മൂടി, അത് ഓപ്പറേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ നേരെ റെഫർ ചെയ്യുക, എത്രയും വേഗം സർജൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക, അത് ചെയ്യാമെന്നുള്ളതാണ്. ഗ്ലോക്കോമ പ്രഷർ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു, അതിന് പ്രത്യേകമായിട്ടുള്ള ഓപ്പണിങ്സ് ഇട്ട് കൊടുത്താൽ, സ്റ്റെൻഡ് ഇട്ട് കൊടുത്താൽ ആ പ്രഷർ നന്നായിട്ട് കുറയും, ഡാമേജ് കുറയും. അതോടൊപ്പം കണ്ണിനെ ബലപ്പെടുത്താനുള്ള ആയുർവേദ ചികിത്സ പാർശ്വമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഒത്തൊരുമയോടെ പോകുന്ന, അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായിട്ട് രോഗികൾക്ക് നന്മയുണ്ടാകുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് എപ്പോഴും ശാശ്വതമായിട്ടുള്ളത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് നീയാണ് വലുത് ഞാനാണ് വലുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല. കാരണം ഇത്രയും കാലം നിലനിന്നൊരു ശാസ്ത്രമാണ്. ഒരു ശാസ്ത്രത്തിൽ അല്പമെങ്കിലും സത്യമില്ലെങ്കിൽ ഇത്രയും വർഷം അതിജീവിക്കുകയില്ല. ആ ടൈം ടെസ്റ്റ് എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇന്നലെ വന്ന ഒരു ശാസ്ത്രം എല്ലാം തികഞ്ഞു എന്ന് പറയുന്നത് അവരും പറയുന്നില്ല. യഥാർത്ഥത്തിൽ ആരും പറയുന്നില്ല. ഡോക്ടർ ബദ്രിനാഥിനെ പോലുള്ള ആൾക്കാരെന്തും ഈ ശാസ്ത്രം സർജറിയിൽ മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചമുള്ളത്, ബാക്കി ഒരു കാര്യത്തിൽ നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇല്ല. വലിയ നമസ്കാരം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരസ്പര പൂരകമായിട്ടുള്ളൊരു മെച്ചപ്പെടുത്തലിലൂടെ രോഗികൾക്ക് സൗഖ്യം നൽകാൻ സാധിക്കുക എന്നുള്ളതാണ് എല്ലാ ശാസ്ത്രങ്ങളിലെയും. ഇല്ലേ? എല്ലാ ബോട്ടുകളും പോകുന്നത് ഒരു ഷിപ്പിലേക്കാണ്, എല്ലാ ചിന്തകളും പോകുന്ന ഒരേ ഒരു ദൈവത്തിലേക്കാണ്. അതിൽ പ്രത്യേകിച്ച് ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിലും സമയം അതിക്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നേത്ര ചികിത്സയെ കുറിച്ച്, ആയുർവേദ നേത്ര ചികിത്സയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ടൈം കൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ഡോക്ടർ, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. സുദർശനം നേത്ര ചികിത്സാലയം തിരുവല്ലയിലെ ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ BG ഗോകുലൻ ആയിരുന്നു നമ്മുടെ കൂടെ ഇന്ന് ഒപ്പം ഉണ്ടായിരുന്നത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു റോഷൻ. താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും. നന്ദി, നമസ്കാരം. ഇന്നത്തെ മെഡിടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ റോഷൻ. കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.